മരുന്ന് എന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒന്നാണ്. രോഗമെന്ന വാക്ക് കേട്ടാൽ തന്നെ ഭയമുണ്ടാകുന്ന ലോകത്ത് ഒരാൾ പറഞ്ഞു, രോഗം പ്രകൃതിയുടെ ശിക്ഷയല്ല, അത് മനസ്സിൻ്റെ അലയൊലികൾക്ക് ഒരു മറുപടിയാണ്. ആ മനുഷ്യൻ ഡോക്ടർ സാമുവൽ ഹാനിമാനാണ്. 18-ാം നൂറ്റാണ്ടിൽ അവസാനം ജർമ്മനിയിലെ ഒരു ചെറിയ പട്ടണത്തിൽ രാസശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും മികവുള്ള ഒരു ഡോക്ടർ തൻ്റെ മുന്നിൽ കിടക്കുന്ന ലോകത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കാരണം അവൻ കണ്ടതൊന്നും ചികിത്സയല്ലായിരുന്നു. അവൻ കണ്ടത് മരുന്നിൻ്റെ പേരിൽ മനുഷ്യനെ വിഷം കൊടുത്തു മയക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അതാണ് ഹോമിയോപ്പതിയുടെ ജനനത്തിന് കാരണമാക്കിയത്. ശരീരത്തിൽ നിന്നും രക്തമെടുക്കുന്നത് കൊണ്ട് രോഗം പോകുമെന്ന് അവർ കരുതിയിരുന്നു. അതിനോട് ഹാനിമാൻ ചോദിച്ചു, മനുഷ്യൻ്റെ രക്തമെടുത്താൽ ആത്മാവ് എങ്ങനെ ശാന്തി അടയും? അദ്ദേഹം നൂറ്റാണ്ടുകളായുള്ള ചികിത്സാ രീതികൾ വായിച്ചു പരീക്ഷിച്ചു അന്വേഷിച്ചു. അപ്പോൾ ഒരു ദിവസം ഒരു വിചിത്രമായ കാര്യമാണ് സംഭവിച്ചത്. അദ്ദേഹം സിങ്കോണ ബർക്കി എന്ന ചുരുക്കൻ മരുന്ന് എടുത്ത് അതാണ് മലേറിയയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. അത് കഴിച്ചപ്പോൾ അവന് മലേറിയ പോലുള്ള ലക്ഷണങ്ങൾ തോന്നി. അതാണ് അദ്ദേഹത്തെ വിചാരിപ്പിച്ചത്, ഒരു മരുന്ന് ഒരു രോഗമുള്ള ആളിൽ രോഗലക്ഷണം ഉണ്ടാക്കുന്നുവെങ്കിൽ അതേ മരുന്ന് അതേ ലക്ഷണങ്ങൾക്കുള്ള രോഗികൾക്ക് കൊടുത്താൽ രോഗം മാറുകയില്ലേ? അങ്ങനെ ജനിച്ചു അത്ഭുതവാക്യം, അതായത് സമാനതയാൽ ചികിത്സിക്കും. അതായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ആശയം. രോഗത്തെ നശിപ്പിക്കാനല്ല, രോഗിയെ മനസ്സിലാക്കിയാണ് ഹാനിമാൻ ശ്രമിച്ചത്. ശരീരത്തെക്കാൾ മനസ്സാണ് രോഗത്തിൻ്റെ വാതിലെന്ന് തിരിച്ചറിഞ്ഞു. ഹാനിമാൻ്റെ ഈ വാക്കുകൾ ഇന്നും മുഴങ്ങുന്നു. ഹോമിയോപ്പതിയെ പലരും മന്ത്രമോ അത്ഭുതമോ എന്ന് വിളിച്ചു. പക്ഷേ ഹാനിമാൻ അതിനെ ശാസ്ത്രമെന്ന് വിളിച്ചു. കാരണം ഹോമിയോപ്പതി വെറും മരുന്നല്ല, അതൊരു തത്വമാണ്, ഒരു കമ്പനം, ഒരു എനർജി സിസ്റ്റമാണ്. ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം 3 പ്രധാന വാക്കുകളാണ്: സമാനത, ഡിലൂഷൻ, ഡൈനമൈസേഷൻ. സമാനതയുടെ നിയമം, സമാനതയാൽ ചികിത്സിക്കുക. രണ്ടാമത്തേത് ഡിലൂഷൻ. ഒരു മരുന്ന് കൂടുതൽ വെള്ളത്തിലോ ആൽക്കഹോളിലോ കലർത്തുമ്പോൾ അതിൻ്റെ ഭൗതിക ഘടകം കുറയുന്നു, പക്ഷേ അതിൻ്റെ എനർജി സിഗ്നേച്ചർ വളരുന്നു. മൂന്നാമത് ഡൈനമൈസേഷൻ, അതായത് ഓരോ ഘട്ടത്തിലും ശക്തമായ ഷേക്കിംഗ് അഥവാ സെക്ഷൻ, അതിലൂടെ മരുന്ന് ജൈവതലത്തിൽ ഒരു കമ്പനം സൃഷ്ടിക്കും. പലർക്കും സംശയമുണ്ടാകും, ഇത്ര ഡൈല്യൂട്ട് ചെയ്താൽ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. ഇവിടെ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. വെള്ളം വെറും ലിക്വിഡല്ല, അതിന് ഓർമ്മയുണ്ട്. ശാസ്ത്രജ്ഞർ പറയുന്നു, വെള്ളമോ ആൽക്കഹോളോ എത്ര തവണ ഷേക്ക് ചെയ്യുമ്പോഴും അതിലുണ്ടായിരുന്ന അണുക്കളുടെ കമ്പനം വെള്ളം ഓർമ്മിക്കുക തന്നെ ചെയ്യും. അതായത് മരുന്നിൻ്റെ രാസഘടകം പോയാലും അതിൻ്റെ വിവരരൂപം, അതിൻ്റെ എനർജി വെള്ളത്തിൽ നിലനിൽക്കുമെന്ന്. അതാണ് ഹോമിയോപ്പതിയുടെ അത്ഭുതമായി ജനങ്ങൾ കണക്കാക്കിയത്. മനുഷ്യൻ ഒരു കെമിക്കൽ മെഷീനല്ല, അദ്ദേഹം എനർജിയുടെ കൂട്ടായ്മയാണ്, ഒരു ജീവിക്കുന്ന തരംഗമാണ്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി പറയുന്നു, രോഗം ശരീരത്തിൽ തുടങ്ങുന്നില്ല, അത് എനർജി ഫീൽഡിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഹോമിയോ മരുന്നുകൾ ശരീരത്തെ തൊടാതെ മനസ്സിനെ സ്പർശിക്കുന്നത്. ഓരോ മരുന്നും ഓരോ തരംഗമാണ്. ആ തരംഗം ശരീരത്തിലെ എനർജി പാറ്റേണിനോട് ബന്ധപ്പെടുമ്പോൾ രോഗമുളവാക്കിയ കമ്പനം തുല്യമായ തരംഗങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അത് നശിപ്പിക്കുന്നില്ല, അത് സംയമനം, അത് ബാലൻസ് ചെയ്യും. അതുകൊണ്ട് അത് ശരീരത്തെ ബാലൻസ് ചെയ്യുന്നു. അതുകൊണ്ട് ഹോമിയോപ്പതി ഒരു ബാലൻസിങ് സിസ്റ്റമാണ്, അതല്ല ഫൈറ്റിംഗ് സിസ്റ്റം കൂടിയാണ്. മരുന്ന് രോഗത്തോട് പോരാടുന്നില്ല, മറിച്ച് ശരീരത്തെ അതിൻ്റെ സ്വാഭാവിക ചികിത്സാ നിലയിലേക്കാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അതാണ് വൈബ്രേഷൻ ഹീലിംഗ്, ഹോമിയോപ്പതിയുടെ ആത്മാവ്. ഇന്നത്തെ ക്വാണ്ടം ഫിസിക്സും ഇതേ കാര്യമാണ് പറയുന്നത്. എല്ലാം എനർജിയാണ്, ഓരോ ആറ്റവും കമ്പിക്കുന്നു, ഓരോ സെല്ലും തരംഗം പുറപ്പെടുവിക്കുന്നു. ഹോമിയോപ്പതി അതിനു മുമ്പേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പല ശാസ്ത്രവും ഇന്ന് പറയുന്നു ഹോമിയോപ്പതി ക്വാണ്ടം മെഡിസിൻ്റെ പ്രഥമ രൂപമായിരുന്നു എന്ന്. ശാസ്ത്രം എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്നാണ് ഹോമിയോപ്പതിയുടെ തുടക്കം. കാരണം ഇത് മനസ്സിനെയും ആത്മാവിനെയും ചേർത്ത ഒരു ശാസ്ത്രം തന്നെയാണ്. അതായത് രോഗം മാറുന്നത് അതിൻ്റെ ആത്മാവിൽ നിന്ന് തന്നെയാണ്. ഹോമിയോപ്പതിയുടെ ശാസ്ത്രം അതാണ്, മനസ്സിൻ്റെ തരംഗം ശരീരത്തിൻ്റെ സംഗീതമായി മാറുന്നത്. അതിനാൽ ഹോമിയോപ്പതി ഒരു മരുന്നല്ല, ഇതൊരു സന്ദേശമാണ്. രോഗം പറഞ്ഞു പോകുമ്പോൾ അത് ആത്മാവിനെ ശാന്തമാക്കുന്ന ശാസ്ത്രമാണ്. അത്ഭുതം പോലെ തോന്നും, പക്ഷേ അതാണ് യഥാർത്ഥ ശാസ്ത്രം. ഒരു പുതിയ ശാസ്ത്രം ലോകത്തിൻ്റെ ഓരോ കോണിലേക്കും പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരുന്നു. ഹാനിമാൻ്റെ ചെറിയ കയ്യെഴുത്ത് പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങി അത് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രകാശമായി മാറിയിരിക്കുന്നു. 1800-കളിൽ യൂറോപ്പ് മുഴുവൻ ഹോമിയോപ്പതി എന്ന വാക്ക് കേട്ട് വിസ്മയിച്ചു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ എല്ലായിടത്തും പുതിയ തലമുറ ഡോക്ടർമാർ ഈ പുതിയ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. രാജകുടുംബങ്ങളും അതിനെ സ്വീകരിച്ചു. ബ്രിട്ടീഷ് രാജകുടുംബം ഇന്നുവരെ ഹോമിയോപ്പതിയെ അംഗീകരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അതിൻ്റെ തെളിവാണ്. രാജ്ഞി എലിസബത്ത് പോലും തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ചുവെന്ന് ചരിത്രത്തിൽ രേഖകളുണ്ട്. അതിനുശേഷം ഹോമിയോപ്പതി കടന്നുപോയത് അമേരിക്കയിലേക്കാണ്. അവിടെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി 1844-ൽ സ്ഥാപിതമായി. അത് അമേരിക്കയിലെ ഏറ്റവും പഴയ മെഡിക്കൽ അസോസിയേഷനുകളിൽ ഒന്നാണ്. ബോസ്റ്റൺ, ന്യൂയോർക്ക്, ഫിലാഡൽഫിയ ഈ നഗരങ്ങളിലായിരുന്നു ആദ്യ ഹോമിയോപ്പതി ആശുപത്രികൾ തുറന്നത്. ആയിരക്കണക്കിന് രോഗികൾക്കാണ് അവിടെ അത്ഭുതകരമായ മാറ്റം അനുഭവപ്പെട്ടത്. എന്നാൽ പിന്നീട് ഫാർമസ്യൂട്ടിക്കൽ ലോബികൾ ഉയർന്നപ്പോൾ ഹോമിയോപ്പതി പിന്നിലാക്കി കാൽപ്പാടുകൾ മങ്ങിയെങ്കിലും അതിൻ്റെ വിത്ത് ഭൂമിയിൽ വീണിരുന്നു. പിന്നീട് ഈ ശാസ്ത്രം എത്തിയത് ആത്മീയതയുടെ നാടായ ഇന്ത്യയിലേക്കാണ്. 1810 യൂറോപ്യൻ ഡോക്ടർമാർ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ ചിലർ ഹോമിയോപ്പതി പ്രയോഗിക്കാൻ തുടങ്ങി. അത്ഭുതകരമായ ഫലങ്ങൾ കണ്ടപ്പോൾ ഇന്ത്യൻ വൈദ്യന്മാരും അത് പഠിച്ചു തുടങ്ങി. ഹോമിയോപ്പതി ഇന്ത്യയിൽ വെറും ചികിത്സയായി മാത്രമല്ല, അത് ആത്മീയമായ ഒരു ചികിത്സാ മാർഗവും കൂടിയായി വളർന്നു വന്നു. ഇന്ത്യയിൽ ആദ്യം ഹോമിയോപ്പതി വ്യാപിച്ചത് കൊൽക്കത്തയിലായിരുന്നു. 1948-ൽ ഇന്ത്യയിൽ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി CCRH സ്ഥാപിതമായി. അന്ന് രാജ്യത്തെ 2000-ലധികം ഹോമിയോ കോളേജുകളും ലക്ഷക്കണക്കിന് രജിസ്റ്റേർഡ് ഡോക്ടർമാരുമുണ്ട്. കേരളം, ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ് എല്ലായിടത്തും ഹോമിയോപ്പതി ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യയുടെ ഹോമിയോപ്പതി ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ആത്മീയ പശ്ചാത്തലത്തിലാണ്. ഇവിടെ രോഗം ശരീരത്തിൻ്റെ പാപമല്ലെന്ന് വിശ്വസിച്ചു, മനസ്സിനെയും ആത്മാവിനെയും സന്തുലിതാവസ്ഥയാണെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ഇന്ത്യയിൽ ഒരു സ്പിരിച്വൽ സയൻസ് ആയി വളർന്നു.
രോഗിയോട് പ്രാർത്ഥനയോടെ സമീപിക്കുക, അദ്ദേഹത്തെ ഭയമില്ലാത്തവനാക്കുക, മനസ്സിൽ സമാധാനമുണ്ടാക്കുക, ഇതെല്ലാം ഇവിടുത്തെ ചികിത്സയുടെ ഭാഗമാണ്. ബ്രസീലിൽ ഹോമിയോപ്പതി ഔദ്യോഗിക മെഡിക്കൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ക്യൂബയിൽ അത് സർക്കാർ പിന്തുണയോടുകൂടി മഹാമാരികളെ നിയന്ത്രിക്കാൻ വരെ പ്രയോഗിച്ചു. പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിൽ, നെപ്പോളിയൻ ഓരോ ഗ്രാമത്തിലും ഹോമിയോ ക്ലിനിക്കുകൾ കാണാം. ആഫ്രിക്കയിലും റഷ്യയിലും ഹോമിയോപ്പതി അടിസ്ഥാന ആരോഗ്യ പരിചരണത്തിൻ്റെ ഭാഗമാണ്. 1990-കളിൽ ഹോമിയോപ്പതി പഠനങ്ങൾ ലോകമെമ്പാടും ശക്തമായി തുടങ്ങി. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2003 ഹോമിയോ കോംപ്ലിമെൻ്ററി മെഡിസിൻ ആയി അംഗീകരിച്ചു. ഫ്രാൻസിൽ, ജർമ്മനിയിൽ, ഇന്ത്യയിൽ ഇവിടെയെല്ലാം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. 2011 നടത്തിയ ഒരു ലോക സർവേയിൽ ആഗോളതലത്തിൽ 500 മില്യൺ ആളുകൾ ഹോമിയോപ്പതി ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തി. ഇത് അത്ഭുതമല്ല. ഓരോ ശാസ്ത്രം, ഒരു മനുഷ്യൻ, ഒരു സത്യസന്ധമായ അന്വേഷണത്തിൻ്റെ ഫലമായി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ വിശ്വാസമായി മാറി. ഹാനിമാൻ നട്ട വിത്ത് ഇന്ന് വൃക്ഷമായി വളർന്നു. അതിൻ്റെ നിഴലിൽ മനുഷ്യൻ പ്രത്യാശ കണ്ടെത്തി. ഹോമിയോപ്പതി ഇനിയൊരു രാജ്യത്തിൻ്റേതല്ല, അത് മനുഷ്യരാശിയുടെ ശാസ്ത്രമാണ്. അത് മതം കാണുന്നില്ല, അത് ജാതി കാണിക്കുന്നില്ല, ഭാഷ കാണിക്കുന്നില്ല. അത് പറയുന്നത് ഒറ്റ വാക്ക് മാത്രം: രോഗം അത്ഭുതമല്ല, രോഗശാന്തിയാണ് അത്ഭുതം. ലോകത്തിലെ ഓരോ കോണിലും ഹോമിയോപ്പതിയുടെ പ്രകാശം പരക്കും. കാരണം അതൊരു ശാസ്ത്രം മാത്രമല്ല, അത് മനുഷ്യനുള്ള ദൈവികമായ കരുതലാണ്. ഹോമിയോപ്പതി യൂറോപ്പിലെ ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ചെങ്കിലും അത് ഇന്ന് ലോകത്തിലെ 4 കോണുകളിലേക്കും പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ഡോക്ടർമാർ പോലും സംശയത്തോടെ നോക്കിയ ഈ ശാസ്ത്രം ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ സർക്കാർ അംഗീകരിച്ച ചികിത്സാ രീതിയാണ്. ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഡോക്ടർ സാമുൽ ഹാനിമാൻ തൻ്റെ പരീക്ഷണങ്ങൾ നടത്തി തുടങ്ങുമ്പോൾ അദ്ദേഹം കരുതിയില്ല ആശയം ഒരിക്കൽ ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസമായി തീരുമെന്ന്. ഇന്ന് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോമിയോപ്പതി കേന്ദ്രം. ആയിരക്കണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഗവേഷണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ഇന്നിവിടെ ഈ അത്ഭുതകരമായ ചികിത്സാ രീതികൾ എൻ്റെ പ്രേക്ഷകർ കൂടെ ഞാൻ പകർന്നു നൽകുകയാണ്. നിങ്ങളുടെ രോഗങ്ങൾ ഏത് തന്നെയായാലും നിങ്ങൾക്ക് ഡോക്ടറുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അസുഖത്തിനുള്ള മരുന്നുകൾ ഓൺലൈനായി തന്നെ വാങ്ങാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് നേരിട്ട് തന്നെ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. നന്ദി.